വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ കുറേ പേര് നമ്മുടെ എന്താ പറയുക ഒരു FD ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്കും അതുപോലെ തന്നെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറേ പേര് നോക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്താ പറയുക ഒരു FD ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് വൗ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഓൾറെഡി പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി ആ കാർഡ് എടുത്തിട്ട് അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേരിയൻ്റ് അവർ ഇറക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ പണ്ടത്തെ പക്ഷേ ലൈഫ് ടൈം ഫ്രീ എന്താ പറയുക എഡിഷൻ ആയിരുന്നു. ഇത് പക്ഷേ ലൈഫ് ടൈം ഫ്രീ ഒന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു പ്രീമിയം കാർഡ് സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പേര് വരുന്നത് IDFC വോ ബ്ലാക്ക് കാർഡ് എന്നാണ്. ഇതിൻ്റെ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 750 രൂപ പ്ലസ് GST ആണ് കേട്ടോ. നമുക്കിതിൽ ആനുവൽ ഫീസ് 1.5 ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. ക്യാഷ് വിഡ്രോവൽ ഇൻട്രസ്റ്റ് 45 ദിവസം വരെ 0%. അതായത് നിങ്ങൾ ATM വിഡ്രോവൽ ചെയ്യുമ്പോൾ ഫോറക്സ് മാർക്കപ്പ് ചാർജ് 0 ആണ്. അത് ഒരു നല്ല പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ബ്ലാക്ക് കളറിലാണ് കാർഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ റൂപേ വേരിയൻ്റ് തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് റിവാർഡ് റേറ്റിൻ്റെ കാര്യം പോയി കഴിഞ്ഞാൽ നമുക്ക് 4 റിവാർഡ് പോയിന്റ് ആണ് ഫോർ എവരി 150 rupees സ്പെൻഡ് അക്രോസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അതായത് ഓഫ്ലൈനിലും ഓൺലൈനിലും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 4 റിവാർഡ് പോയിന്റ് ആണ് 150 രൂപ പെർ കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 3 റിവാർഡ് പോയിന്റ് ആണ് പെർ 150 rupees സ്പെൻഡ് ഓൺ UPI ട്രാൻസാക്ഷൻ എബോ 2000. അതായത് 2000-ന് മുകളിലുള്ള UPI ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് എന്താ പറയുക റിവാർഡ് പോയിന്റ് ഉള്ളൂ. അത് 3 റിവാർഡ് പോയിന്റ് ആണ് പെർ 150 rupees സ്പെൻഡ് കേട്ടോ. പിന്നെ നമുക്കിതിൽ ബോണസ് റിവാർഡ് പോയിന്റ് ഉണ്ട് ഈക്വലന്റ് ടു 16.7 വാല്യൂ ബാക്ക്. അതായത് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് IDFC ബാങ്ക് മൊബൈൽ ആപ്പ് ത്രൂ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോണസ് റിവാർഡ് പോയിന്റ് ഉണ്ട് കേട്ടോ. പിന്നെ 30 ബോണസ് റിവാർഡ് പോയിന്റ് ഉണ്ട് ഈക്വലന്റ് ടു 10%. അതായത് നമുക്ക് എവരി 150 rupees സ്പെൻഡ് ഓൺ ഫ്ലൈറ്റ് ബുക്കിംഗ് ത്രൂ IDFCയുടെ മൊബൈൽ ആപ്പ് ത്രൂ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ് ആയിട്ട് ട്രിപ്പ് ക്യാൻസലേഷൻ കവർ പ്രൊവൈഡിങ് റിയംബേഴ്സ്മെന്റ് അപ് ടു 10,000 rupees ഉണ്ട്. അതൊരു ഇൻഷുറൻസ് പോലത്തെ പരിപാടിയാണ്. പിന്നെ നമുക്ക് 25% ഓഫ് ഓൺ മൂവി ടിക്കറ്റ് ബുക്ക്ഡ് ത്രൂ ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ. ഓരോ മാസത്തിലും നമുക്ക് 25% ഓഫ് വരുന്നത് അപ് ടു 100 rupees കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക IDFC ബാങ്കിൻ്റെ ബ്ലാക്ക് വൗ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ FD കാർഡ് ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നമ്മുടെ SBM ബാങ്കിൻ്റെ Z ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആയിരിക്കും നല്ലത്. ഞാൻ എന്തായാലും അതിൻ്റെ ബെസ്റ്റ് ഫയലിൽ ഞാൻ താഴെ കൊടുക്കാം. ഞാൻ IDFC ബാങ്കിൻ്റെ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് വൗ കാർഡിൻ്റെ. എന്ന് വെച്ചാൽ ഇവരുടെ കസ്റ്റമർ കെയർ ആണ് പെത്തറ്റിക്കാണ്. SBM ബാങ്കിൻ്റെ സൂപ്പറാന്നല്ല പറയണത്. കമ്പയർ ചെയ്യുമ്പോൾ അതാണ് പിന്നെയും ഭേദം. എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഇവർ എന്താ പറയുക ഞാൻ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 8 മാസമല്ല 11 മാസം ആയപ്പോഴാണ് ഇവരുടെ FD ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ റിന്യൂ ആയി പോകും. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഞാനിത് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒന്നാമത് ഇവരെ കസ്റ്റമർ കെയർ ഒരു രക്ഷയില്ല കിട്ടുന്നുണ്ടാകുന്നില്ല. ലാസ്റ്റ് ക്ലോസിങ് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് നമ്മൾ ഇട്ട FD ഉണ്ടല്ലോ അത് തിരിച്ച് കിട്ടിയത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 ദിവസം കഴിഞ്ഞിട്ടാണ്. അതും നമുക്ക് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റും കിട്ടിയില്ല. ഇവർ പറയുമ്പോൾ 7% ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നുണ്ട്, അതും കിട്ടിയില്ല. അതാണ് FD കാർഡിൻ്റെ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അതും കിട്ടിയില്ല കറക്റ്റായിട്ട്. പിന്നെ ഒരു കോൺടാക്റ്റിൽ ഒരു റിപ്ലൈ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി IDFC ബാങ്കിൻ്റെ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് ബാങ്ക് അക്കൗണ്ട് നിർത്തി. അത് ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കര മിനിമം ചാർജാണ്. എന്താ വെച്ചാൽ 25,000 രൂപയൊക്കെ നമുക്ക് മാസമായാലും മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ അത് കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര കത്തിയാണ്, ഭയങ്കര ലോ കസ്റ്റമർ കെയർ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണ്ട് തൊട്ട് ഞാൻ ആ വീഡിയോ സമയത്ത് നമ്മൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി IDFC വൗ ഫസ്റ്റ് അല്ലെങ്കിൽ നോർമൽ IDFC വൗ ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡ് ചെയ്യാത്തിട്ടാ. പറയുമ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ഹൈ എമൗണ്ട് ഒക്കെ FD ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ഡയറക്റ്റ് ബാങ്കിൻ്റെ അല്ല ഒരു മെയിൻ പ്രൈവറ്റ് ബാങ്ക് ആണല്ലോ. മറ്റേതാകുമ്പോൾ നമ്മുടെ SBM ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഫോറിൻ ബാങ്കിൻ്റെ സബ്സിഡറിയാണ്. നമുക്കിവിടെ ബ്രാഞ്ചസുകളില്ല, ഉണ്ട് കേരളത്തിലൊന്നും ഇല്ല. ബാക്കി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 ബ്രാഞ്ചസ് ഉണ്ട് കേരളത്തിലേക്ക് വരുന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടില്ല, കേരളത്തിലിടാം ഇല്ല എന്നല്ല. സാധനം ബാങ്ക് തന്നെയാണ്, ഒരു ഇൻ്റർനാഷണൽ ബാങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്നാണ് എൻ്റെ പേര്. ബാങ്ക് തന്നെയാണ്, RBI അണ്ടറിൽ വരുന്ന ബാങ്ക് തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ബ്രാഞ്ചസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മെയിൻലി പറയുന്നത് ഞാൻ ഹൈ എമൗണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ IDFC ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബ്രാഞ്ചസിന് കുറവൊന്നും സംഭവമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഹൈ എമൗണ്ടൊക്കെ ഇഷ്യൂ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് സംഭവം നോക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് SBM ബാങ്ക് അല്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ എന്തായാലും ഞാൻ SBM ബാങ്കിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. IDFC ബാങ്കിൻ്റെ വൗ കാർഡിൻ്റെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. അടുത്ത് കാണാം.